അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം. സഹോദരങ്ങളെ, ഞാൻ കൊച്ചിയിൽ വിസ്ഡം വിഭാഗം നടത്തിയൊരു മുഖാമുഖവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാനുള്ളത്. ജസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ പണ്ഡിതന്മാരൊക്കെ വിശദമായി വിശദീകരിച്ച് പറയും. ജസ്റ്റ് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. ഞാനും എന്നെപ്പോലുള്ള മുജാഹിദ് പ്രവർത്തകർ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് തൊട്ട് ഇന്ന് വരെ സംസ്ഥക്കാർക്കെതിരെ അവരുടെ വിശ്വാസം ശിർക്കാണെന്ന് പറയാൻ വേണ്ടി ഒരു ആയത്ത് ഒതുക്കിയിരുന്നു, ഒരു തഫ്സീറും പറഞ്ഞിരുന്നു. ഏതായിരുന്നു ആയത്ത്? സൂറത്ത് ഫാത്തിർ ആയത്ത് 14 എന്ന് പറയുന്ന ആയത്ത്. അതുപോലെ അതിൻ്റെ കുർത്തുബിയുടെ തഫ്സീറും പറഞ്ഞിരുന്നു, അല്ലേ? എന്നൊക്കെ പറയുന്നത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ആയത്ത് വിസ്ഡം വിഭാഗം സംസ്ഥക്കാർക്കെതിരെ ഓതൂല, ഒരിക്കലും ഓതില്ലെന്ന് നമ്മൾ വെല്ലുവിളിച്ച് സംസാരിച്ചിരുന്നു. ഓതിയിട്ടില്ല കേട്ടോ ഇതുവരെ, ഇവിടെയും ഓതിയില്ല കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് സഹോദരൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഓതിയാൻ പറ്റൂല? കാരണം അവർ സംസ്ഥക്കാരെക്കാളും മോശം ശരിക്കും വിശ്വാസത്തിലാണല്ലോ വിസ്ഡം. കാരണം ഓതിയാൽ എന്ത് ചെയ്യും? സംസ്ഥക്കാരെടുത്തിട്ട് എന്ത് ചെയ്യും? ഭിത്തിമൊട്ടിക്കും. എന്താ തഫ്സീറും പറഞ്ഞ ആയത്ത് ഓതിയാലും. കാരണം അവരെക്കാളും മുമ്പ് മുശ്രിക്ക വിശ്വാസത്തിൽ ഇവരാണെന്ന് വരും. അപ്പോൾ എന്തായാലും ശരി, ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മളൊരു സഹോദരൻ, എന്തുകൊണ്ടാണ് അത് ഓതാഞ്ഞത് എന്ന് കേൾക്കുക. സാധാരണ മുജാഹിദുകൾ ഈ നമ്മൾ മൂസാക്കാരുടെ വിഷയാവതരണത്തിൽ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്തിന് തഫ്സീർ പറഞ്ഞപ്പോൾ സാധാരണ മുജാഹിദുകൾ നമ്മൾ ഖുർത്തുബിയുടെ തഫ്സീറാണ് നേരത്തെ മുതൽ പറഞ്ഞു തന്നെ. പക്ഷെ ഇവിടെ പറഞ്ഞത് വേറൊരു തഫ്സീറാണ്. ആ തഫ്സീറിനെ ഖുർത്തുബി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇവിടെ എന്താ സംഭവം? ആ ഖുർത്തുബിയാണ് പറയുന്നത്, ഖുർത്തുബി എന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നന്നായി. അതിൻ്റെ വിശദീകരണം ഉണ്ട്, ബഹു രസമാണ്. നമ്മൾ ഫൈസൽ മൗലവിയുടെ വിശദീകരണം കേട്ടോ, വല്ലാത്ത ഒന്നൊന്നര വിശദീകരണം. അത് നമുക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഇതുവരെ ഓതിയിട്ട് ഇപ്പം അത് ഓതാഞ്ഞെന്ന് നമ്മുടെ കാരസലായി പറയുന്നത്, മൂസസലായി പറയുന്നത്, അത് കേട്ടോളൂ. ഞാൻ ഓതിയ ആയത്ത് ഇവിടെ ചോദിക്കപ്പെട്ട ആയത്തല്ല, അവസാനത്തെ ആയത്തായിരുന്നു. സൂറത്ത് ഇസ്രായേൽ 56-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. അതിന് തഫ്സീർ തൊബിരിയാണ് ഞാൻ ഉദ്ധരിച്ചത്. അപ്പോൾ ഈ ആയത്തും ഈ തഫ്സീർ ഉദ്ധരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ആയത്ത് ഓതിയിട്ട് ഈ തഫ്സീർ വായിച്ചിട്ട് കേരളത്തിൽ തട്ടിമ നടത്തുന്ന 2 വിദ്വാൻമാരുണ്ട്. ഒന്ന് KJU സെക്രട്ടറി അനീഫ കായക്കൊടി, രണ്ടാമത്തത് അനസ് മുസ്ലിയാർ. അപ്പോൾ സഹോദരങ്ങളെ, ഇതിപ്പോൾ എന്താ ചോദ്യം? സംസ്ഥക്കാരൻ ചോദിച്ചെന്താ അനസും കായക്കൊടിയും തട്ടിപ്പെടുത്തുന്നുണ്ടോയെന്ന് ചോദിച്ച് അതിനകത്ത് ആയത്തോ ചോദ്യം എന്താ? മരിച്ചുപോയ മഹാന്മാരോട് തേടുന്ന ചുരുക്കാണെന്നുള്ള ഖുർആൻ ആയത്ത്. അതാണ്. എങ്ങനെയുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയേ. സംസ്ഥക്കാർ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അനസും കായക്കൊടിയും അത് വെട്ടിപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും പറയും, ഇഷ്ടംപോലെ പറയാം. പൊള്ളു പറഞ്ഞിട്ട് എത്ര കാലം ജീവിക്കാം. പക്ഷെ രസമല്ല. ആയത്ത് ചോദിച്ചെന്തിനാ? സൂറത്ത് ഫാത്തിർ ഓതാതെ ഇസ്രാ 56 ഓതി തെബരി പറഞ്ഞെന്തിനാ? അനസും കായക്കൊടിയും മുള്ളറിണ്ടതിന് മറുപടി അതാണോ? സംസ്ഥക്കാരൻ അനസും കായക്കൊടിയും മുള്ളറുണ്ടെന്നാണ് സംസ്ഥക്കാരൻ ചോദിച്ചത്. കാരണം ഫാത്തിർ 14 ഓതൂലാന്ന് ഖുർത്തുബിയുടെ തഫ്സീർ പറയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് തൊട്ട് ഇന്ന് വരെ ഓതിയ ആയത്തും തഫ്സീറും പറയാൻ വിസ്ഡത്തിന് കഴിയില്ല. കാരണം വിസ്ഡം മുജാഹിദൊന്നും പോയില്ലേ. അവരുടെ ജീവിതം തന്നെ ജിന്നി പിശാചുക്കളോട് തേടിയ ശിർക്കല്ലാത്തൊരു സഹായത്തായിട്ടുണ്ടെന്ന് വിശ്വസിക്കാനും അത് സ്ഥാപിക്കാനും വേണ്ടിയാണല്ലോ വിസ്ഡം ഉണ്ടാക്കിയത്. മരിച്ചവരോട് വിളിച്ച് തേടുന്ന സ്ഥാപിക്കുന്ന ശിർക്കെല്ലാം സ്ഥാപിക്കാൻ സമസ്ത ഉണ്ടാക്കി. ജിന്നി പിശാചുക്കളോട് തേടുന്ന എല്ലാം ശിർക്കെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി വിസ്ഡം ഉണ്ടാക്കി. അതിന് വേണ്ടി അവരും സംവാദം നടത്തി, ഇതിനു വേണ്ടി ഇവരും സംവാദം നടത്തുന്നു. അതിന് പിന്നെ അവർ 2 കൂട്ടർ വന്ന പിന്നെ അവർക്കെതിരെ എങ്ങനെ ഓതുക? അപ്പം ഇവിടെ വിഷയം കണ്ടില്ല. ഈ ആയത്തിന് അവർക്ക് ഓതാൻ പറ്റില്ല. പച്ച ശിർക്കിൽ പോയി വിസ്ഡം. ജിന്നി പിശാചുക്കൾക്ക് വേണ്ടിയാണല്ലോ ഈ ചെയ്യുന്നത്. അതാണ് നമുക്ക് സങ്കടം. എന്നാൽ സംസ്ഥക്കാരെ പിന്നെ നമുക്ക് അഭിനന്ദിക്കാം. കാരണം എന്താ, ഒരു മരിച്ചുപോയ അമ്പിയാക്കളോ ഔലിയാക്കളോടും തേടുന്ന ശിർക്കല്ലെന്ന് പറയാനാണ്. ഇവരോ ജിന്നി പിശാചുക്കളോട് നമ്മൾ തേടിയ ശിർക്കല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശിർക്കല്ലാത്തതും ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ, എല്ലാം ശിർക്കല്ലെന്ന് സ്ഥാപിച്ചെടുക്കാനാണ് അവർ ഈ വാദം പറയുന്നത്. ഇനി ആ ഖുർത്തുബിയുടെ തഫ്സീർ വായിക്കുന്നത് എന്തുകൊണ്ടാണ് രസം എന്തെന്ന് കേട്ടോളൂ. അവർ നിഷേധിക്കുകയും ചെയ്യും. ഈ പറയപ്പെട്ട ആരാണ്? മലായിക്കത്ത്, ജിന്ന്, ഉസൈർ, അതേപോലെ ഈസ അലൈഹിസ്സലാം, അതേപോലെ വിഗ്രഹങ്ങൾ, ജമാദാത്ത് എല്ലാം പെടും. ആദ്യം ജമാദാത്ത് പറഞ്ഞു, പിന്നെ എല്ലാവർക്കും ബാധകമാണ്. സഹോദരങ്ങളെ, ഇവിടെ കണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പറയാത്തത്? എന്തുകൊണ്ടാണ് ആയത്ത് ഓതാത്തത്? എന്താ അതിൻ്റെ തഫ്സീർ പറയാത്ത? ഇതന്നെ പ്രശ്നം. ജിന്നിനെയും മലക്കിനെയും ശൈത്താനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കും സംസ്ഥക്കാർ. എന്താ മറുപടി പറയാ? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് മരണപ്പെട്ടു പോയ അമ്പിയാക്കളും ഔലിയാക്കളും സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിയാൽ അത് ശിർക്കാണെന്നുള്ളതിന് ആയത്ത് ഓതാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇക്കണ്ട കാലം നമ്മൾ ആയത്ത് ഓതി കൊടുത്തിരുന്നു. സൂറത്ത് ഫാത്തിറും ഖുർത്തുബിയുടെ തഫ്സീറും പറഞ്ഞിരുന്നു. ഈ വിസ്ഡം നിർത്തി, ഒരിക്കലും ഓതൂല, ഇവിടുന്ന് ഓതിയില്ല. ഓതാത്ത എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്താ അദ്ദേഹം തന്നെ പറയുന്നു, അതിലുണ്ട് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അവർ തിരിച്ചു ചോദിക്കൂലേ,
തിരിച്ചു ചോദിക്കൂലേ? എന്താ ചോദിക്കുക? ഞങ്ങൾ മോചിതത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ആരോട് തേടിയാൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അമ്പിയാക്കളാണ്, ഔലിയാക്കളാണെന്ന വിശ്വാസത്തോടു കൂടി അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് മോചിതത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ച് തേടിയാൽ അതിൽ ശിർക്കാണെന്ന ആയത്തിലില്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ ഇന്ത്യന്ന് പറയുകയാണെങ്കിൽ നിങ്ങളും പെട്ടിയില്ലേ? ആ ആയത്തിന്റെ തഫ്സീർ തന്നെയല്ലേ ജിന്നിനെ പെടുത്തിയത്, പിശാചിനെ പെടുത്തിയത്? അതിലെവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ പ്രാർത്ഥനാകാത്ത ശിർക്കാകാത്ത ഒരു സഹായത്തേട്ടുണ്ടെന്ന് വിശദീകരിച്ചിട്ടില്ലല്ലോ, മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളും മുശിരിക്കാണ്, സമസ്തക്കാരാണ്, ഞങ്ങളും നിങ്ങളും ഒരുപോലെ മുശിരിക്കല്ലേ എന്ന് ചോദിക്കും. കാരണം ഏതുപോലെ മോയിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വസിച്ച് തേടിയാൽ അത് മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണെന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. കൽപ്പന ആമായ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വല്ല ഇളവുണ്ടെങ്കിൽ ഖാസായിട്ട് അതിന് വേറെ പണ്ഡിതന്മാർ പറയും. അപ്പൊ ഇവിടെ അമ്പിയാക്കളും ഔലിയാക്കളെയും വിശദീകരിക്കുന്നിടത്ത് കൽപ്പന ആമാണ്. അത് മോചിതത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് കൊടുത്ത കഴിവുണ്ടാണെങ്കിലും കൊടുക്കാത്ത കഴിവുണ്ടാണെങ്കിലും അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. കൽപ്പന ആമാണ് ശിർക്ക. അതേ ഹുക്കം എന്തുകൊണ്ട് ഇവിടെ വെക്കുന്നില്ല? ജിന്നിനും മലക്കിനും പിശാചിനും വെക്കുന്നില്ല. ഏത് പിശാചിനെ ലോകത്തുള്ള മുഫസ്സിറുകൾ ഒഴിവാക്കിയത്? ഖുർത്തുബി ഒഴിവാക്കിയോ? അവിടെ പറഞ്ഞോ? ഇല്ല, അവിടെയും കൽപ്പന ആമാണ്. അത് ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ജിന്നാണെങ്കിലും കഴിവിൽപ്പെട്ടതാണെങ്കിലും പെടാത്തതാണെങ്കിലും ശരി, അതിലൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഇതേ അമ്പിയാക്കളെ ഔലിയാക്കളെയും പെടുത്തി കൊടുത്ത് തന്നെയാണ് ജിന്നിനെയും ശൈത്താനെയും പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഒഴിവാക്കുക, അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ഒഴിവാക്കുമെന്ന് സമസ്ത പറയും. അപ്പൊ നമ്മൾ രണ്ട് കൂട്ടർ മുശ്രിക്കുകളാന്ന് പറയും, രണ്ട് കൂട്ടർക്ക് ആയത്ത് ഫിറ്റാന്ന് പറയും. ആദ്യം നിങ്ങളെ വിശ്വാസം ശരിയാക്കിയിട്ട് ഞങ്ങൾക്കെതിരെ ആയത്ത് ഓതിയാൽ മതി, കുറച്ചുകൂടെ തഫ്സീർ പറഞ്ഞാൽ മതി എന്ന് പറയും. കുടുങ്ങൂലേ? അതുകൊണ്ടാണ് ഓതാത്തത്. ആ ആയത്ത്. പക്ഷെ മുജാഹിദുകള് വിസ്തത്തിനെതിരെയും സമസ്തക്കെതിരെയും ആയത്ത് ഓതി തഫ്സീറും പറയും. രണ്ട് കൂട്ടർ മുശ്രിക്കുകളുടെ വിശ്വാസത്തിലാന്ന് പറയാൻ മുജാഹിദുകൾക്കേ കഴിയൂ. അതുകൊണ്ട് സമസ്തക്കാരെ അപ്പുറത്ത് നിൽക്കണ്ട, അങ്ങോട്ട് പോന്നാളി ഇഷ്ടംകാരെ പച്ച ശിർക്കിലാണ് നിങ്ങള്, പച്ച ശിർക്കില്. ഈ കണ്ട കാലം മുജാഹിദ് പ്രസ്ഥാനം ഓതി ആയത്ത് പോലും നിങ്ങൾക്ക് ഓതാനോ തൂർത്തിപ്പെട്ട തഫ്സീർ പറയാനോ സാധിക്കുന്നില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി അതല്ല രസം, ഇനി ആ പറയുന്നതിൽ തന്നെ എന്തെല്ലാം വെട്ടിപ്പും തട്ടിപ്പാണെന്ന് അറിയോ നിങ്ങള്? ആ തഫ്സീർ പറയുന്നവിടെ തന്നെ അതും കൂടി ഒന്ന് കേട്ടോളൂ. അവർ നിഷേധിക്കുകയും ചെയ്യും. ഈ പറയപ്പെട്ട ആരാണ്? മലായിക്കത്ത്, ജിന്ന്, ഉസൈർ, അതേപോലെ ഈസാ അലൈഹിസ്സലാം, അതേപോലെ വിഗ്രഹങ്ങൾ, ജമാദാത്ത് എല്ലാം പെടും. ആരും ജമാദാത്ത് പറഞ്ഞു. പിന്നെ മലക്ക്, ജിന്ന് എല്ലാവർക്കും ബാധകമാണ്. അവർക്കൊക്കെ അത് ബാധകമാണ്, ഒക്കെ ശിർക്കാണ്, സംശയമില്ല. മലക്കാവട്ടെ, ജിന്നാവട്ടെ, ഉസൈറാവട്ടെ, ഈസാ അലൈഹി ഇസ്ലാം ആവട്ടെ, ജമാദാത്ത് നിർജീവമായതാവട്ടെ, ഏതാണെങ്കിലും ശരി അവരോടാണ് ദുആയെങ്കിൽ ശിർക്ക് തന്നെയാണ്. ഈ ആയത്ത് എല്ലാവർക്കും ബാധകമാണ്. ഇൻസിനും ബാധകമാണ്, ജിന്നിനും ബാധകമാണ്, മരിച്ചവനും ബാധകമാണ്, ജീവിച്ചവനും ബാധകമാണ്. എല്ലാവർക്കും ഈ ഹദീസ് കണ്ട. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്നറിയാം? ഇവിടെ കോട്ടിമാട്ടിൽ നടത്തിയുണ്ടോ? ഇതെല്ലാവർക്കും ബാധക. അപ്പൊ മനുഷ്യനോട് എന്തെങ്കിലും സഹായം ചോദിച്ചാല് ശിർക്ക് ഉണ്ടോ? അപ്പൊ മനുഷ്യനോട് സഹായം ചോദിച്ചാൽ ശിർക്ക് ആകുന്നതുണ്ട്, ആകാത്തതുണ്ടല്ലോ. ഉണ്ടല്ലോ. നമ്മൾ മനുഷ്യന്മാർ പരസ്പരം ഇതേപോലെയാണ് ജിന്നിനു എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ മുശ്രിക്കുകളുടെ വിശ്വാസത്തിലാണ് ഇവരെ നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. കാരണം മനുഷ്യനോട് ശിർക്കാകാത്ത സഹായം ഇസ്തിഗാസ ഉള്ളതുപോലെ ജിന്നുകളോടില്ല. ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന എല്ലാ ഇസ്തിഗാസയും ശിർക്കാണ്. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുകളോട് മനുഷ്യൻ ഇസ്തിഗാസ നടത്തിയാൽ ഇതെല്ലാം ശിർക്കാണ്. കാരണം എന്താ? നമ്മുടെ വിളികെട്ട് ഉത്തരം നൽകാൻ അവർക്ക് കഴിയില്ല. നമ്മുടെ വിളികെട്ട് ഉത്തരം നൽകുമെന്ന വിശ്വാസത്തിലേ അവരോട് തേടാൻ പറ്റുള്ളൂ. അങ്ങനെ തേടുന്നുവെങ്കിൽ നമ്മുടെ വിളികെട്ട് ഉത്തരം നൽകുമെന്ന വിശ്വാസം ഉള്ളത് കൂടി തന്നെ വിശ്വാസം ശിർക്കാണ്. ജിന്ന് പിശാചുകൾക്ക് നമ്മുടെ വിളികെട്ട് ഉത്തരം നൽകാൻ കഴിയില്ല, അതുകൊണ്ട് ശിർക്കാണ്. എന്നാൽ മനുഷ്യന്മാർ പരസ്പരം നമ്മുടെ പെണ്ണുങ്ങളോടും ഉമ്മാനോടും കുട്ടികളോടൊക്കെ നമ്മൾ പല കാര്യങ്ങളും ചോദിക്കും, അത് ശിർക്കാണെന്ന് അല്ല, എന്നാൽ ശിർക്കാവുന്നതുണ്ട്. എന്നാൽ ഇതേപോലെ ഒരു ഹുക്കമില്ല ജിന്നിന്. ഇത് കുട്ടികൾക്ക് അറിയും, ഇഷ്ടം കുട്ടികൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഖുർത്തുബിയുടെ തഫ്സീർ ഇതൊക്കെ നിർത്തിവെച്ചത്. എന്നിട്ട് പറയണേ, ഖുർത്തുബിയിലുണ്ടോ മനുഷ്യനോട് ആൽമു ഷഹാദയാലെ ഇൻസിന്നുണ്ടോ, ജീവജാലങ്ങളിൽ നിന്നുണ്ടോ? ഇല്ലല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. ജിന്നിനും മലക്കിനും അമ്പിയാക്കളെയും കൊടുത്തില്ലേ? എന്നാൽ ഈ ആൽമു ഷഹാദുള്ള മനുഷ്യന്മാരെ അവിടെ ആമായിട്ട് കൊടുത്തോ? ഇല്ല, മൂപ്പരവാകെ ഇതെന്തിനാ കൊടുക്കണമെന്ന് അറിയോ? ജിന്നിനോടുള്ള തേട്ടങ്ങളെല്ലാം ശിർക്കല്ല എന്ന് സ്ഥാപിക്കാനാണ് പറയുന്നത്. ഈ പച്ചപ്പൊള്ള് ഖുർത്തുബിയുടെ പേരിലും തഫ്സീറിന്റെ പേരിലും പച്ചപ്പൊള്ള് ഒരു തഫ്സീറിലും അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. എന്നാൽ മനുഷ്യന്മാരോട് തേടുന്ന ശിർക്കാകുന്നതുണ്ട്, ആകാത്തതുണ്ട് ഉണ്ട്. പക്ഷെ എന്നാൽ ജിന്നിനോട് അങ്ങനെ ഉണ്ടോ? ഉണ്ട് എന്നാ മൂപ്പരവാദം. അതാണ് ഇസ്ലാമിന്റെ വാദം. മനുഷ്യനോട് തേടുന്നത് ശിർക്കാകുന്നതുണ്ട് പോലെ ജിന്നിനോട് തേടുന്നത് ശിർക്കാകുന്നത്, മനുഷ്യനോട് തേടുന്നത് ശിർക്കാകാത്തത് പോലെ ജിന്നിനോട് തേടുന്നത് ശിർക്കാകാത്തുണ്ടെന്ന് നമ്മൾ പറയുന്നു. ജിന്നിന് പിശാചുക്കളോടുള്ള എല്ലാ ഇസ്തിഗാസയും ശിർക്കാണ്. പ്രാർത്ഥന ആണെങ്കിൽ ശിർക്കെന്നല്ല, പ്രാർത്ഥനാകാത്ത ശിർക്കാകാത്ത ഒരു തേട്ടവും നമുക്ക് അവരോടില്ല. ലോകത്ത് ഒരു മുഫസ്സിറും, മുൻകാലത്തിൽ ഒരു മുഫസ്സിറും ഈ ആയത്തിന്റെ വിശദീകരണത്തിലോ വേറെ ഏതെങ്കിലും ആയത്തിന്റെ വിശദീകരണത്തിലോ ജിന്ന് പിശാചുക്കളോട് നമ്മൾ സഹായം തേടിയാൽ ശിർക്കാകാത്ത പ്രാർത്ഥനാകാത്ത ഒരു സഹായത്തേട്ടം ഇവർ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ ആലമുഷ യിലുള്ള മനുഷ്യന്മാരോടുള്ള എല്ലാ തേട്ടും ആമായിട്ട് ശിർക്കാണെന്ന് കൊടുത്തിട്ടില്ല.
മനസ്സിലായി? ഒരു ജിന്നിനെ ഇതിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് വിസ്തത്തിൽ പോയി മുശ്രിക്കുകളായി സഹോദരങ്ങളെ മരിച്ചു പോകരുത്. ജിന്നി പിശാചുക്കൾക്ക് വേണ്ടിയാണ് അവർ വാദിക്കുന്നത്, അവരുടെ ജീവിതം പാണ്ഡിത്യം അവർ ഒഴിഞ്ഞു വെക്കുന്നത്. മുഴുവൻ ഹിക്കിമികളെയും വാർത്തെടുക്കുന്നത് ജിന്നി പിശാചുക്കളോട് തേടിയ ശിർക്കൽ എന്നുള്ള സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. സമസ്തക്കാരെ വാർത്തെടുക്കുന്ന മരിച്ചവരോട് വിളിച്ച് തേടുന്ന ശിർക്കല്ലെന്നോ അതിനുവേണ്ടി വാദിക്കാനാണ്. ഇവരിപ്പോൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, സഹായം തേടണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ തെളിവുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ശിർക്കല്ല എന്നും പറയുന്നുണ്ട്. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ലെന്ന് വിശ്വസിക്കുന്നത് ശിർക്കാണ്. അതുകൊണ്ട് ഇവർ പച്ച ശിർക്ക വിശ്വാസത്തിലാണ്. മാറണ സഹോദരങ്ങളെ. കുർത്തുബിയുടെ തഫ്സീറും അതുപോലെ സൂറത്ത് ഫാത്തിഹ 14 സമസ്തക്കാർക്ക് ഓതി ഇനിയും കൊടുക്കണം. എന്നിട്ട് അവരുടെ വിശ്വാസം ശിർക്കാണെന്ന് പറയണം. എന്നിട്ട് നിങ്ങളാ ശിർക്ക വിശ്വാസത്തിൽ നിന്ന് മാറിയാൽ മതി. ഇത്രേ വേണ്ടുള്ളൂ. നമ്മൾ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നി പിശാചുക്കളോട് നമ്മൾ നടത്തുന്ന എല്ലാ സാഹചര്യത്തോട് ശിർക്കാന്ന് വിശ്വസിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് ആയത്തോതാ, ഒരു ടെൻഷനില്ല. ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പണ്ഡിതന്മാരത് വിശദമായി വിശദീകരിക്കും. അതുകൊണ്ട് സത്യം മനസ്സിലാക്കി ആ വിശ്വത്തിൽ നിന്ന് പിശാചിന് വേണ്ടി വാദിച്ച് നിങ്ങളുടെ ജീവിതം കളയാതിരിക്കുക സഹോദരങ്ങളെ. വിശ്വം സഹോദരങ്ങളോടാട്ടോ.